الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا صدق الله العلي العظيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂടെ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാം വളരെ പ്രാധാന്യപൂർവം പരിഗണിച്ചിട്ടുള്ള കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സവിശേഷമായ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മനസ്സിലാക്കുവാനും അറിയുവാനും വേണ്ടിയാണ് ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ, അടയാളങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ദൃഷ്ടാന്തങ്ങളുടെ പൊതുവിൽ സത്യവിശ്വാസികളായ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാട്, ഇവയെല്ലാം കണ്ട്
ഇവയെല്ലാം കേട്ട് അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. ഇവ ഓരോന്നിനെ കുറിച്ചും നല്ല ആലോചനകൾ നടത്തുകയും ഇവയിലെല്ലാമുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാശയവും തന്നെ വിശ്വാസ കാര്യങ്ങളായിരുന്നാൽ പോലും ഒരു മനുഷ്യരിലേക്കും അടിച്ചേൽപ്പിക്കുന്നില്ല. അവന്റെ മുന്നിൽ അവസരങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും സിദ്ധികളും ഉപയോഗിച്ച് ഇവയെല്ലാം കണ്ടെത്തിക്കൊണ്ട് അംഗീകരിക്കുവാനും അതനുസരിച്ചുള്ള ഒരു ജീവിതം ശീലിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ വിശ്വാസിയായിക്കൊള്ളട്ടെ. നിഷേധിയാക്കുവാനാണ് അവൻ ഇഷ്ടമെങ്കിൽ, അവന്റെ ആഗ്രഹമെങ്കിൽ അവൻ നിഷേധിയായിക്കൊള്ളട്ടെ. ഈ നിലയിൽ നമ്മുടെ ചിന്തയുമായിട്ടാണ്, നമ്മുടെ ബുദ്ധിയുമായിട്ടാണ് ഖുർആനിലെ ഓരോ വാക്യങ്ങളും സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന ചെറിയ സൂറകളിൽ പോലും നമ്മുടെ ആലോചനയുമായി ബന്ധപ്പെട്ടുള്ള അല്ലാഹുവിന്റെ പരാമർശങ്ങളുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. ആ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലയോ? എങ്ങനെയാണ് ആ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത്? അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ? എങ്ങനെയാണ് ആകാശം ഉയർത്തപ്പെട്ടത്? പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ? പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടിലെത്തപ്പെട്ടത്? ഭൂമി എങ്ങനെയാണ് പരത്തപ്പെട്ടത്, വിശാലമാക്കിയത്? ഇതൊന്നും അവർ കാണുന്നില്ലയോ? അവർ നോക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹുവിനെ കണ്ടെത്താനുള്ള വഴിയായിട്ടാണ് അല്ലാഹു ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് എന്ന ഒരു കാര്യം നമ്മളെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഒട്ടകത്തിന്റെ സൃഷ്ടി അതിമനോഹരമാണ്. നല്ല ഒട്ടകമാണ്, ഒട്ടകത്തിൽ ജലം സംഭരിക്കുവാനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയല്ല, മറിച്ച് ആ ഒട്ടകം തനിയെ ഉണ്ടായതല്ല എന്നും ആ ഒട്ടകത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിന്റെ കഴിവ് വളരെ മനോഹരമാണ് എന്നുമുള്ള ഒരറിവിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അങ്ങനെ അല്ലാഹു പറഞ്ഞു വെക്കുന്ന, ബാക്കിയാക്കിയിട്ടുള്ള ഈ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളിൽ, അടയാളങ്ങളിൽ വലിയ ഒരു കാര്യമായി സൂറത്ത് റൂമിൽ അല്ലാഹു എടുത്തു പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യനിൽ തന്നെ ഇണകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ജോഡികളാണ്. ഖുർആനിന്റെ സൂറ യാസീനിലെ ആ പരാമർശം പ്രിയമുള്ളവരെ നമ്മൾ എടുത്ത് വായിച്ചു നോക്കേണ്ടതാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. വളരെ മനോഹരമായ ഒരു പരാമർശമാണ്. സൂറ യാസീനുമായിട്ട് വിശ്വാസികളായ നമുക്ക് നല്ല ബന്ധമുണ്ട്. ഖുർആനിന്റെ ഹൃദയമാണ് സൂറ യാസീൻ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യാസീൻ ഖൽഖുൽ ഖുർആൻ ഫഖറഉഹു അലാ മൗദാകും. സാന്ദർഭികമായ ഒരു ഹദീസ് പറയുമ്പോൾ അതിലുള്ള ഒരു കർമ്മശാസ്ത്രം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ്. നിങ്ങളത് മരണാസന്നരായിട്ടുള്ള രോഗികൾക്ക് ഓതി കൊടുക്കണം. അതിന്റെ പദാവലി എന്താണെന്ന് ചോദിച്ചാൽ ഫഖറഉഹു അലാ മൗദാകും. നിങ്ങൾ മരിച്ച ആളുകൾക്ക് യാസീൻ ഓതി കൊടുക്കണം എന്നാണ് പദാനുപദ അർത്ഥം. സംശയമേ ഇല്ല. അങ്ങനെ പദാനുപദ അർത്ഥം മാത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ നമുക്ക് വേറെയും ധാരാളമായിട്ട് ഖുർആൻ വാക്യങ്ങളിലും അതുപോലെ തന്നെ ഹദീസ് വാക്യങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി കഴിയും.
വളരെ ലളിതമായി പറഞ്ഞാൽ വുദൂഎടുക്കലുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത് വൈദാ കുന്തും ഇലസ്സലാത്ത് ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും എന്നാണ്. വൈദാ കുന്തും ഇലസ്സലാത്ത് പറഞ്ഞാൽ നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചാൽ എന്ന് പറയാം. ഫഗ്സിലു വുജൂഹക്കും നിങ്ങളുടെ മുഖം കഴുകണം, വഅയ്ദിയക്കും നിങ്ങളുടെ കൈകളും കഴുകണം. അഥവാ ഇഖാമത്തൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും നമ്മൾ പോയിട്ട് വുദൂ എടുത്തിട്ട് വരണം, മുഖവും കൈയും കഴുകി വരണം എന്നാണ്. ഭാഷയിൽ നിന്നും പദത്തിൽ നിന്നും ഒരാശയം ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപകടം. അതേ സ്വഭാവത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. ഹദീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇതിന്റെ ആത്മാവ് തിരിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്നത് യാസീനിന്റെ ഉള്ളടക്കത്തിന്റെ വലിയ ഭാഗം പരലോക സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ഹൃദയമാണ് പരലോക വിശ്വാസം എന്ന് പറയുന്നുള്ളത്. അതുകൊണ്ടാണ് വിശ്വാസ കാര്യങ്ങൾ നമ്മൾ 6 എണ്ണി പഠിക്കുമ്പോൾ തന്നെ അതിനും അപ്പുറം വിശ്വാസ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറയുന്നു. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുറെ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരലോക വിശ്വാസം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഹൃദയമാണ്. ആ വിശ്വാസത്തിന്റെ ഹൃദയം ഉൾക്കൊള്ളുന്ന അതുമായി ബന്ധപ്പെട്ട വലിയ ഉള്ളടക്കമുള്ള ഒരു അധ്യായമാണ് സൂറ യാസീൻ. മരണാസന്നരായ രോഗികൾ മരിക്കേണ്ടത് സ്വർഗത്തെ കുറിച്ചുള്ള നല്ല വിവരങ്ങൾ കേട്ടുകൊണ്ടാണ്. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പുഞ്ചിരിക്കുന്ന വചനങ്ങളുമായിട്ട് മടങ്ങിപ്പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം പരാമർശങ്ങൾ കേട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാവണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസംബന്ധിയായ പരാമർശങ്ങളുള്ള ഈ സൂറ മരണാസന്നരായ രോഗികൾക്ക് ഓതിക്കൊടുക്കണം എന്ന് സൂചിപ്പിച്ചത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോവുകയല്ല. അതേസമയം ഇത് മരണപ്പെട്ട വീട്ടിൽ ഓതിക്കൊടുക്കുവാനുള്ള ഒരു സൂറയാണ് എന്ന വിചാരത്തിലേക്ക് നമ്മൾ വരാനും പാടില്ല. ഈ ഹദീസ് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഹദീസിന് മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പരിഗണനീയമാണ്. ആ വ്യാഖ്യാനങ്ങൾ പരിഗണിക്കുമ്പോൾ ഇദാ ഹദറൽ മൗത്ത്, മരണാസന്നരായിട്ടുള്ള രോഗികൾക്ക് എന്ന് പ്രത്യേകമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അഥവാ മരണാസന്നരായിട്ടുള്ള രോഗികളോടുള്ള നമ്മുടെ കടമകളും കടപ്പാടുകളും പറയുമ്പോൾ അവരെ നമ്മള് സ്വർഗ സംബന്ധിയായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അവർക്ക് ദിക്റുകൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല നല്ല ഖുർആൻ വാക്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അവർ അല്ലാഹുവിലേക്ക് യാത്രയയക്കുക എന്നൊരു ബാധ്യത മരണാസന്നരായ രോഗികളുടെ അടുക്കൽ ഇരിക്കുന്ന ആളുകൾക്കുണ്ട്, കുടുംബാംഗങ്ങൾക്കുണ്ട്, ബന്ധുമിത്രാദികൾക്കുണ്ട്, അയൽക്കാർക്കുണ്ട്. ആ നിലയിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പരാമർശം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളുമായിട്ട് ഇങ്ങനെ ഹൃദയബന്ധമുള്ള സൂറയാകുന്ന സൂറ യാസീനിലെ ഈ വാക്യം സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാദ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും ജോഡികളായി പടച്ചിട്ടുള്ള റബ്ബ് പരിശുദ്ധനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ജോഡികളാണ് എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് സൂചിപ്പിക്കുകയും മനുഷ്യർക്ക് മനുഷ്യരെ തന്നെ ഇണകളെ ഉണ്ടാക്കിയത് വലിയ അനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു സവിശേഷമായി എടുത്തു പറയുകയും ചെയ്യുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള ആണിനെയും പെണ്ണിനെയും ജോഡിയായി കൊണ്ടാണ് പടച്ചിട്ടുള്ളത്. ഇത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. ഈ ആൺപെൺ ചേരലിലൂടെയാണ് മനുഷ്യവംശത്തിന്റെ വ്യാപനം ഉണ്ടായത് എന്നും സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആ അല്ലാഹുവിന്റെ പ്രത്യേകത അവൻ ഒരേ ആത്മാവിൽ നിന്നും ആണിനെയും പെണ്ണിനെയും പടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ ധാരാളക്കണക്കിന് സന്താനങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതുമാകുന്നു. ഈ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ബന്ധങ്ങളെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കും, അതിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ ആത്മാവിൽ നിന്നാണ് അല്ലാഹു ആണിനെയും
പെണ്ണിനെയും പടച്ചത് അള്ളാഹു പടച്ചിരിക്കുന്ന ആത്മാവുകൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ചേരുകയാണ് ഒരു കുടുംബമായി നമ്മൾ മാറുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഈ കുടുംബത്തിൽ ഗർഭപാത്രത്തിന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം റഹ്മു എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പറയുന്ന പ്രയോഗമാണ് റഹ്മു എന്നുള്ള പ്രയോഗം. കാരുണ്യം എന്നാണ് വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിയ ഒരു അടയാളം, നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന വലിയ ഒരു സൂചകമാണ് ഗർഭപാത്രങ്ങളെന്നും ആ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ വളർച്ചയെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ളവരെ നമ്മളെ ധരിപ്പിക്കുന്നുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഗർഭപാത്രങ്ങളെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കും, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കും. അതിനെയും നിങ്ങൾ അല്ലാഹുവിനെയും സൂക്ഷിക്കണം എന്നുള്ള പരാമർശം ധാരാളം ആലോചനയ്ക്ക് വകയുണ്ട്. ഗർഭപാത്രത്തിൽ കുഞ്ഞിന് ആ 9 മാസവും 10 ദിവസവും, അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞ പോലെ 6 മാസമാണ് കുഞ്ഞ് രൂപപ്പെടുവാനുള്ള സമയം. ഈ 6 മാസം അല്ലെങ്കിൽ 9 മാസവും 10 ദിവസവും ആ കുഞ്ഞിന് എങ്ങനെ ആഹാരം കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ആലോചനയിൽ വരേണ്ടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭപാത്രത്തിൽ ഓരോ സമയത്തും ലഭിക്കേണ്ടുന്ന പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയ്ക്കനുസരിച്ചുള്ള ആഹാരം ലഭിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളാലാകുന്ന ഒരു സംവിധാനം കൊണ്ടും ആ കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേഗത കൊടുക്കുവാൻ വേണ്ടി നമുക്ക് കഴിയില്ല. അപ്പോൾ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് ആഹാരം കിട്ടുവാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ച കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് കൊണ്ടാണ് ഗർഭപാത്രത്തിന് റഹീം എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ആ നിലയിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നുള്ളത്, കുടുംബ ജീവിതം എന്ന് പറയുന്നുള്ളത്. ഈ കുടുംബം ജീവിതം ആരംഭിക്കുമ്പോൾ ആ കുടുംബം സമാധാനത്തിന്റെ കുടുംബമാകണം എന്നുള്ളത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലൂടെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്ന ഒന്നാമത്തെ വഴി. ഖുർആൻ ഒരുപാട് തലങ്ങളിൽ സവിശേഷമായ 2 പ്രയോഗങ്ങളിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് വല്ലദീന ആമനൂ യത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാ ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. തുമഅനീനത്ത് എന്നാണ് സാധാരണയിൽ നമ്മൾ അടക്ക ഒതുക്കം എന്ന് നമസ്കാരത്തിൽ വേണ്ടുന്ന ആ പ്രക്രിയയ്ക്ക് പറയൽ. സമാധാനം ഉണ്ടായിരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത്മാഅന്ന എന്ന വാക്കിനാണ് തുമഅനീനത്ത് എന്ന വാക്കും മുത്മഇന്ന എന്ന വാക്കും ഒക്കെ ഉണ്ടാവുന്നത്. വിശ്വാസികൾ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലൂടെ സമാധാനം നേടുന്നു. വല്ലദീന ആമനൂ യത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലൂടെ മാത്രം വിശ്വാസികൾ സമാധാനം നേടുന്നു എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. എങ്ങനെയാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം നമുക്ക് സമാധാനത്തിന്റെ വിചാരമായി മാറുന്നത്? നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. വളരെ ലളിതമാണ് അല്ലാഹു പറഞ്ഞു വെക്കുന്ന കാര്യം. ഈ ഭൂമി ലോകത്തിലുള്ള എല്ലാവരും എന്നെ വെറുത്താൽ, എല്ലാവരും എന്നെ കൈവടിഞ്ഞാൽ, എല്ലാവരും എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ആക്രമിക്കുവാൻ വേണ്ടി തുടങ്ങിയാലും ഞാൻ അല്ലാഹുവിന്റെ വഴിയിലാണ് ഉള്ളത് എന്ന എന്റെ വിചാരം എനിക്ക് സമാധാനം നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ അല്ലാഹുവിന്റെ വഴിയിലായതുകൊണ്ട് തന്നെ എന്റെ നാഥൻ എന്നെ കൈവിടില്ല എന്ന വിചാരം എനിക്ക് സമാധാനം നൽകുന്നു എന്നുള്ളതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്ന വാക്കിന്റെ ആശയം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വനിഅമൽ മൗല വനിഅമൻ നസീർ, അല്ലാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ, അല്ലാഹുവാണ് ഏറ്റവും നല്ല സഹായി എന്ന് ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയാൻ വേണ്ടി പഠിപ്പിച്ചതും. അങ്ങനെ വന്നാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലൂടെ സമാധാനം നൽകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു മുൻഗണനാക്രമം വെച്ചൊന്നും അല്ലെങ്കിലും ഖുർആൻ വായിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തിന്റെ 2ാമത്തെ വഴി കുടുംബജീവിതം നയിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് സൂറത്തുൽ റൂമിൽ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തിൽ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. ആണിന് പെണ്ണിലൂടെയും പെണ്ണിന് ആണിലൂടെയും സമാധാനം കിട്ടുവാൻ വേണ്ടിയാണ് കുടുംബജീവിതം നയിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെ ആണിനെയും പെണ്ണിനെയും ഇണയും തുണയുമാക്കി വെച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. സക്കീനത്ത് ലഭിക്കണം. എങ്ങനെയാണ് കുടുംബജീവിതത്തിലൂടെ സക്കീനത്ത് ലഭിക്കുക? അത് മക്കൾക്കായിരുന്നാലും മാതാപിതാക്കൾക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും ഭാര്യയ്ക്കായിരുന്നാലും എങ്ങനെയാണ് സക്കീനത്ത് ലഭിക്കുക?
ആ സക്കീനത്ത് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ നേരത്തെ അള്ളാഹുവിലൂടെയുള്ള സമാധാനം കിട്ടുക എന്നതുപോലെ ആലോചിച്ചു കഴിഞ്ഞാൽ എന്നെ ആര് വെറുത്താലും എന്റെ ഭാര്യ എന്നെ വെറുക്കില്ല, എന്നെ തള്ളിപ്പറയില്ല എന്ന സമാധാനം ഭർത്താവിന് കിട്ടുന്നു. ആരെന്നെ നോക്കിയില്ലെങ്കിലും എന്റെ ഭർത്താവിനെ നോക്കും എന്ന സമാധാനം ഭാര്യയ്ക്ക് ലഭിക്കുന്നു. എന്റെ ആപരാധികളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇറക്കി വെക്കുവാനുള്ള അഭയകേന്ദ്രമാണ് എന്റെ ഉമ്മ എന്നുള്ള മനോഹരമായ വിളിയെ പോലും പ്രിയമുള്ളവരെ ഈ ഉള്ളടക്കമുണ്ടല്ലോ. ഉമ്മ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നാണ് അറബി ഭാഷയുടെ അർത്ഥം. ഉമ്മ എന്ന് പ്രയോഗിച്ചിരിക്കുന്നുവല്ലോ. ആരുടെ ത്രാസ് ഭാരം കുറഞ്ഞതായി തീർന്നോ, നന്മയുടെ ത്രാസ് ഭാരം കുറഞ്ഞതായി തീർന്നോ, അപ്പോൾ അവന്റെ അഭയകേന്ദ്രം ഹാവിയ മഹാഗർത്തമാകുന്നു. അതെന്താണെന്ന് അറിയാമോ? ചുട്ടുകൊള്ളുന്ന തീയാണെന്ന് അവിടെ പറയുന്നു. ഉമ്മ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ, കളിയിടങ്ങളാവാം, അവരുടെ സ്കൂളുകളാവാം, മദ്രസകളാവാം, അവരുടെ വഴിയോടങ്ങളാവാം, അവർ ഇടപഴകുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ ആ ഇടങ്ങളിലൊക്കെയും അവർക്ക് അനുഭവപ്പെടുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും എല്ലാം ഇറക്കി വെക്കുവാനുള്ള ഉമ്മ അഭയകേന്ദ്രമാണ്, മാതാവ് എന്ന് പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാൻ വേണ്ടി കഴിയും. ഈ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, മക്കൾക്ക് മാതാപിതാക്കളിലൂടെ ഈ ഒരു സമാധാനം ലഭിക്കുന്നു. മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ആശ്വാസമായി സമാധാനമായി എന്നെ ആരും നോക്കാതിരിക്കുമ്പോഴും എന്റെ മോൻ എന്നെ നോക്കും, എന്റെ മോൾ എന്നെ നോക്കും, എന്റെ മക്കൾ എന്നെ പരിഗണിക്കും എന്ന് വരുമ്പോൾ വരുന്ന സമാധാനം വലിയ ഒരു സമാധാനമാണ്. ഇങ്ങനെ മക്കളായിരുന്നാലും മാതാപിതാക്കളായിരുന്നാലും ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും കുടുംബ ജീവിതത്തിന്റെ ആ കുടുംബഘടനയിലെ ഏതേത് ഗണത്തിൽപ്പെടുന്ന ആളുകളായിരുന്നാലും അവർക്ക് മറ്റുള്ളവരിലൂടെ സമാധാനം ലഭിക്കുന്നു. ആ സമാധാനത്തിന് വേണ്ടിയുള്ള വഴിയാണ് കുടുംബജീവിതം എന്നാണ് എന്ന ഖുർആൻ പ്രയോഗത്തിന്റെ അർത്ഥം. സമാധാനം കിട്ടണം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, കുടുംബ ജീവിതത്തിൽ ഈ സ്വഭാവത്തിലുള്ള സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ വീടിന് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹം എന്ന് പേരിട്ടിരിക്കുന്നു. അങ്ങനെ പേരിട്ടത് കൊണ്ട് ആ സമാധാനത്തിന്റെ ഗേഹത്തിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ? മസ്കൻ എന്നാണ് ഖുർആൻ വീടിന് പ്രയോഗിച്ച, ബൈത്തിന് പ്രയോഗിച്ച മനോഹരമായ ഒരു പ്രയോഗം. ബൈത്തിനെ പ്രയോഗിക്കുന്ന, ബൈത്ത് എന്ന പദത്തിന്റെ പര്യായ പദമായിട്ട് ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗം മസ്കൻ എന്ന പ്രയോഗമാണ്. ആ മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം സക്കീനത്ത് ഉള്ള സ്ഥലം എന്നാണ്. സമാധാനമുള്ള സ്ഥലമാണ് വീട്. അവിടെ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാവേണ്ടുന്ന ഒരു സമാധാനം, ഒരു സക്കീനത്ത്, അങ്ങനെ എല്ലാവർക്കും സമാധാനം ലഭിക്കുന്ന, എല്ലാവർക്കും ശാന്തി ലഭിക്കുന്ന ഒരു സ്ഥലത്തിനാണ് പ്രിയമുള്ളവരെ മസ്കൻ എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ വീടിന് പ്രയോഗിച്ച മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗം. നമുക്ക് കുടുംബ ജീവിതത്തിൽ വ്യക്തിപരമായി സമാധാനം കിട്ടുന്നുണ്ടോ? നമ്മുടെ വീട് സമാധാനത്തിന്റെ മസ്കൻ ആയി മാറുന്നുണ്ടോ എന്ന് പ്രിയമുള്ളവരെ വേറെ ആരോ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഇരുന്നുകൊണ്ട് ആലോചിക്കണം, എന്തുകൊണ്ട് എനിക്ക് എന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ല? എന്തുകൊണ്ട് കുടുംബനാഥനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ വീട് എന്തുകൊണ്ട് മസ്കനാവുന്നില്ല? എന്റെ വീട് എന്തുകൊണ്ട് സമാധാനത്തിന്റെ ഗേഹമാവുന്നില്ല എന്ന് കുടുംബനാഥകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇരുന്നു കൊണ്ട് പ്രിയമുള്ളവരെ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായി ഖുർആൻ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയൊക്കെ നടത്തുവാൻ വേണ്ടി നമുക്ക് കഴിയുക. ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തിൽ കൂടിയാലോചന ഉണ്ടാവണമെന്നുള്ളത്. അവർ അവരുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നു എന്ന് ഖുർആൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൊതുവായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണയിൽ മുസ്ലിം പദാവലിയിൽ ഷൂറ എന്ന പ്രയോഗമുണ്ട്, മുഷാവറ പ്രമേയം പാസാക്കി എന്ന പ്രയോഗമുണ്ട്. മുഷാവറ എന്ന് പറഞ്ഞാൽ, ഷൂറ എന്നൊക്കെ പറഞ്ഞാൽ ഈ കൂടിയാലോചനയെ കുറിച്ചുള്ള പരാമർശമാണ്. എവിടെയാണ് ഷൂറ വേണം എന്നുള്ളത് ഖുർആൻ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന്
പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വേർപിരിയുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ട്, അഥവാ അവർക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് മുല കുടിക്കേണ്ടുന്ന പ്രായത്തിലാണ് ഉള്ളത്. ഖുർആൻ പറയുന്നത് 2 കൊല്ലം മുലയൂട്ടണം എന്നാണല്ലോ. 2 കൊല്ലം മുലയൂട്ടണം. ആ 2 കൊല്ലം മുലയൂട്ടുന്നതിന് മുമ്പായിക്കൊണ്ടാണ് അവരുടെ ത്വലാഖ്, വിവാഹബന്ധം വേർപെടുത്തപ്പെട്ടത്. അങ്ങനെ വിവാഹബന്ധം വേർപെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് എത്ര കാലം മുല കുടിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ മുലകുടി നിർത്താനായോ ഇല്ലേ എന്നുള്ളത് വിവാഹമോചിതരായിട്ടുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയ ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താവൂ എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. അഥവാ വിവാഹമോചനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും അവിടെയുള്ള കുഞ്ഞിനെ മുലയൂട്ടുന്ന കാര്യത്തിൽ പോലും കൂടിയാലോചന നടത്തണമെന്ന് പറയുമ്പോൾ ജീവനുള്ള ഒരു കുടുംബത്തിൽ കൂടിയാലോചന എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ആ കുടുംബത്തിന്റെ സമാധാനത്തിൽ റോളുണ്ട്. ആ കുടുംബത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോ, ആ വീട്ടിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോ ആ മാറ്റം ആ കുടുംബത്തിലെ ഒരു കുട്ടി അറിയാതെ പോകാൻ പാടില്ല. ഭാര്യയോട് ആലോചിക്കാതെ ഭർത്താവിന്റെ മാറ്റം, ഭർത്താവിനോട് ആലോചിക്കാതെ ഭാര്യയുടെ തീരുമാനങ്ങൾ, മക്കളോട് ആലോചിക്കാതെ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾ, മാതാപിതാക്കളോട് ആലോചിക്കാതെ മക്കളുടെ തീരുമാനങ്ങൾ തീർച്ചയായും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ അഹളകൾ ഉണ്ടാകും. വളരെ ലളിതമായിട്ട് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ഒരു സുഹൃത്ത് അതിഥിയായിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ആ സുഹൃത്ത് എന്റെ മാത്രം അതിഥിയാണ്. അതേസമയം ഈ സുഹൃത്തെ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ അതിഥിയാക്കി മാറ്റാം. കുടുംബത്തിലുള്ള ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോട് നമ്മൾ തലേന്ന് രാത്രിയിൽ പറയുന്നു, മോനെ നാളെ എന്റെ ഒരു സുഹൃത്ത് അതിഥിയായി കൊണ്ട് വരുന്നുണ്ട്. ആ സുഹൃത്ത് എന്റെ അതിഥിയാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അതിഥിയാണ്. ആ അതിഥിയാകുന്ന സുഹൃത്തിനെ സ്വീകരിക്കാൻ നമ്മൾ എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കണം, എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം, ഇന്ന കാര്യം ഇന്ന ആൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ കുടുംബത്തിലെ ഓരോ അംഗവും അവിടെ ഉണ്ടാകും. അതിഥി വരുമ്പോൾ മോൻ ഒരു വഴിയിലൂടെ ഇറങ്ങിപ്പോകില്ല, മോൾ ഒരു വഴിയിലൂടെ ഇറങ്ങിപ്പോകില്ല. മക്കൾ അവരുമായിട്ട് മിണ്ടാതിരിക്കുകയോ വർത്തമാനം പറയാതിരിക്കുകയോ ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് അതിഥികളുടെ വരവിൽ അനിഷ്ടമുണ്ടാവുകയോ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം ആ കുടുംബത്തിലേക്ക് അന്ന് വരുന്ന അതിഥി എന്റെ മാത്രം, നമ്മുടെ മാത്രം അതിഥിയല്ല. നമ്മൾ കൂടി ആലോചിച്ചിരിക്കുന്നു ആരാണ് അതിഥിയായി വരുന്നത്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ഈ അതിഥി എന്റെ മാത്രം അതിഥിയല്ല, എല്ലാവരുടെയും അതിഥിയാണ് എന്നുള്ളത്, കുടുംബത്തിന്റെ അതിഥിയാണ് എന്നുള്ളത് കൂടിയാലോചനയിലൂടെ പ്രിയമുള്ളവരെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ലളിതമായിട്ട് കൂടിയാലോചനയുടെ പ്രാധാന്യം ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. പക്ഷേ കുടുംബങ്ങള് ശൈത്യം നിങ്ങളുടെ വക്കിലേക്ക് പോകുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ കൂടിയാലോചന ഈ നിസ്സാരമായ കാര്യങ്ങളിൽ മാത്രമല്ല, വലിയ വലിയ കാര്യങ്ങളിൽ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ ഉമ്മ അറിയുന്നു, ഉമ്മ അതിനെ മൂടി വെക്കുന്നു. ഉപ്പ അറിയുന്നു, ഉപ്പ ഉടൻ ആക്ഷൻ എടുക്കുന്നു. അല്ലെങ്കിൽ മോൻ അറിയുന്നു, മോൻ ആക്ഷൻ എടുക്കുന്നു. മോൾ അറിയുന്നു, ആക്ഷൻ എടുക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ പോലും കുടുംബത്തിൽ ചർച്ച ചെയ്യാതിരിക്കുകയും ഒരു കുട്ടിക്ക് അവരുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പങ്കുവെക്കാൻ കഴിയാത്ത, ഉള്ളു തുറക്കാൻ കഴിയാത്ത ഒരു ഇടം ഉണ്ടാവുകയും ചെയ്യുമ്പോ പ്രിയമുള്ളവരെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. നേർക്കുനേരെ വർത്തമാനം പറയാൻ കഴിയാതിരിക്കുമ്പോൾ, നേർക്കുനേരെ മിണ്ടാൻ കഴിയാതിരിക്കുമ്പോൾ, നേർക്കുനേരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് മസ്കരായിട്ട് വീട് മാറണമെങ്കിൽ ആ വീട്ടിൽ കൂടിയാലോചനകൾ നടക്കണം. ആ വീട്ടിൽ കൂടിയാലോചന നടക്കണം. ആ വീട്ടിൽ കൂടിയാലോചന നടക്കണമെങ്കിൽ എന്താണ് കുടുംബനാഥന്റെ റോഡ് എന്ന ആലോചന പ്രിയമുള്ളവരെ നമ്മൾ നല്ലപോലെ നടത്തി നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ ധരിപ്പിക്കുന്നുണ്ട്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. الرجال قوامون على النساء, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കൈകാര്യ കർത്തൃത്വ അവകാശമുള്ളവരാണ്. പല സ്വഭാവത്തിലും ഈ വാക്യത്തെ നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഓരോരുത്തർക്കും അവരവർക്ക് യോജിക്കുന്ന ആശയ
ആശയത്തിലേക്ക് ഈ വാക്യം വെച്ചുകൊണ്ട് എത്തിച്ചേരാം. പക്ഷേ എല്ലാ എത്തിച്ചേരലും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളത് വിശ്വാസികളായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒന്നാണ്. ഇവിടെ സ്ത്രീകളുടെ മേൽ കൈകാര്യ കർത്തൃത്വ അവകാശമുള്ള ആളാണ് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായി അങ്ങോട്ട് തീരുമാനിച്ചിട്ട് അത് നടപ്പിലാക്കാനുള്ള കുടുംബത്തിന്റെ രാജാവാണ് പുരുഷൻ എന്ന വിചാരത്തിലേക്ക് നമ്മൾ വരാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ വന്നു പോകുന്ന എന്താ പ്രശ്നം? ഇവിടെ അതല്ല അള്ളാഹു ഉന്നയിക്കുന്ന ഒരു വിഷയം. അള്ളാഹു ഉന്നയിക്കുന്ന വിഷയം കുടുംബത്തിന് ചെലവ് കൊടുക്കുകയും കുടുംബത്തിനെ നോക്കുകയും ചെയ്യേണ്ടുന്ന ബാധ്യത, അവരുടെ സംസ്കരണ ഉത്തരവാദിത്തം അത് കുടുംബനാഥനാകുന്ന പുരുഷന്മാർക്കാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ സമ്പത്തിനാണ് അവർ ചെലവിന് കൊടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരേക്കാൾ ശരീരഘടനയിൽ ശ്രേഷ്ഠതകൾ നൽകിയിരിക്കുന്നു എന്ന പരാമർശം നടത്തിയത് കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ, ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ സ്ത്രീകളെക്കാൾ കൂടുതൽ കഴിയുക പുരുഷന്മാർക്കാണ് എന്നുള്ളത് കൊണ്ട് പുരുഷന്മാരെ കുടുംബത്തിന്റെ കൈകാര്യകർത്താക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അത് ഒരു അധികാരമല്ല, അത് ഒരു അമാനത്താണ് എന്നാണ് ഖുർആൻ പറയുന്ന കാര്യം. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഒരു പദവിയോ ഒരു അലങ്കാരമോ അല്ല, മറിച്ച് ഇസ്ലാമിന്റെ ഭാഷയിലെ കുടുംബനാഥനാവുക എന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. ആ കുടുംബനാഥനാണ് ഉത്തരവാദിത്വം. അവർക്ക് ഭൗതികമായിട്ട് കേവലം ചെലവിൽ കൊടുക്കൽ മാത്രമല്ല, അത് കൊടുക്കണം. അതേസമയം ഇഹലോകത്ത് അവർക്ക് നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടതിന്റെയും പാരത്രികമായ ലോകത്ത് സ്വർഗം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതിന്റെയും ഉത്തരവാദിത്വം ഈ കൈകാര്യ കർത്തൃത്വ അവകാശമുള്ള കുടുംബനാഥനാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നിർണയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകളും കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് സൂചിപ്പിച്ചത്. എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും കീഴെയുള്ള ആളുകളെ കുറിച്ച് ചോദിക്കപ്പെടും. പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ റാഇ, ആ കുടുംബത്തിന്റെ നേതാവാണ് പുരുഷൻ. ആ കുടുംബാംഗങ്ങളെ കുറിച്ച്, അവന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് അവൻ അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞത്. പുരുഷന്മാർ ഈ നിലയിൽ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന അധികാര അവകാശങ്ങളുള്ള ആളുകളാണ് എന്നുള്ള നിലയിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ഈ ഒരു പരാമർശമൊക്കെ വരുന്നത് അനന്തരവുമായി ബന്ധപ്പെട്ട പരാമർശം പറയുന്നിടത്താണ് എന്ന കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അനന്തരത്ത് പറയുമ്പോൾ സ്ത്രീകളുടെ അനന്തരാവകാശമാണ് അനന്തരാവകാശത്തിന്റെ മാനദണ്ഡമായി ഖുർആൻ നിർണയിച്ചത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് സ്ത്രീകളുടേതിന്റെ രണ്ടോഹരി പുരുഷന്മാർക്കുണ്ടാവും. എന്തിനാണ് സ്ത്രീകളുടെ രണ്ടോഹരി? സ്ത്രീകൾക്ക് കുടുംബത്തിന് ചെലവ് കൊടുക്കേണ്ടതില്ല, സ്ത്രീകൾക്ക് ആ രൂപത്തിൽ ചെലവഴിക്കേണ്ടുന്ന ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടാവുന്നില്ല. പുരുഷന്മാരാണ് സ്ത്രീകൾക്കും കുടുംബത്തിനും ചെലവ് കൊടുക്കേണ്ടത്. ചെലവ് കൊടുക്കേണ്ടുന്ന ബാധ്യത പുരുഷന്മാർക്കാകയാൽ സ്ത്രീകളുടെ രണ്ടോഹരി പുരുഷന്മാർക്ക് അനന്തരസ്വത്തായി കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയിലാണ് അരിജാലും ഖവ്വാമൂന അലൻ നിസാഇ എന്നുള്ള പരാമർശമുള്ളത്. അതുകൊണ്ട് പുരുഷന്മാര് എല്ലാ കാര്യങ്ങളും കൽപ്പിക്കാനുള്ള ഒരാളല്ല, എല്ലാ കാര്യങ്ങളും അടക്കി ഭരിക്കുവാനുള്ള ഒരാളല്ല, മറിച്ച് ഖുർആനിന്റെ പ്രയോഗം അനുസരിച്ചിട്ട് സൗജും സൗജത്തുമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. മലയാള ഭാഷാ പ്രയോഗം അനുസരിച്ച് നാം പറയുന്ന പദാവലി ഇസ്ലാമികമായിട്ട് ശരിയായ പദാവലിയല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളാണ് എന്നും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവനാണ് എന്നും പറയുന്ന മലയാളത്തിലെ പദാവലി ഇസ്ലാമികമായിട്ട് സ്വീകാര്യമല്ല. ഇസ്ലാമികമായിട്ട് സൗജ് സൗജത്ത് എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. ഇണയും തുണയുമാണ്. രണ്ടുപേർക്കും അവകാശങ്ങളുണ്ട്, രണ്ടുപേർക്കും ബാധ്യതകളുണ്ട്, രണ്ടുപേർക്കും കടമകളുണ്ട്, രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ അവകാശങ്ങളും കടമകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു നഫ്സായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ കുടുംബ ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുക. ആ കുടുംബം ഉൾക്കൊള്ളുന്ന വീട് മസ്കൻ, സമാധാനത്തിന്റെ ഗേഹമാവുക എന്ന ഒരു വിചാരത്തിലേക്ക് വരാൻ കുടുംബനാഥന്മാരായിട്ടുള്ള ആളുകൾക്ക് കഴിയണം, കുടുംബനാഥകളായിട്ടുള്ള ആളുകൾക്ക് കഴിയണം. ഈ സമയത്ത് നേരത്തെ പറഞ്ഞു വെച്ച ഒരു വാക്കുകൂടി, ഒരു ആയത്ത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ ഈ ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ച് പറയുമ്പോ ഉന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലകുന്ന എന്ന പരാമർശമാണ് നടത്തിയത്.
ഹുന്ന ലിബാസുൻ ലക്കും, അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഹുന്ന സ്ത്രീകൾ, സഹോദരിമാർ, ലിബാസുൻ ലക്കും, നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. വഅൻതും ലിബാസുൻ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രമാണ്. എന്താ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം? എന്താണ് ആണും പെണ്ണും തമ്മിലുള്ള ഇസ്ലാമികമായ ബന്ധം? ദൗജും ദൗജും തമ്മിലുള്ള ബന്ധം അവന്റെ ശരീരവും അവന്റെ വസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ്. ഒരു വസ്ത്രം, പ്രിയമുള്ളവരെ, അവന്റെ ശരീരവുമായിട്ട് എത്രത്തോളം ഒട്ടി നിൽക്കുന്നുവോ അത്രയും ഒട്ടി നിൽക്കേണ്ടുന്ന, അടുത്തു നിൽക്കേണ്ടുന്ന, അത്രയും സൗന്ദര്യം കൊടുക്കേണ്ടുന്ന, അത്രയും അലങ്കാരമായി കുടികൊള്ളേണ്ടുന്ന, അത്രയും അവന്റെ ഉള്ളിലുള്ള, അവരുടെ ഉള്ളിലുള്ള എല്ലാ ന്യൂനതകളെയും, എല്ലാ പോരായ്മകളെയും, എല്ലാ വേണ്ടായ്മകളെയും മറച്ചു വെക്കുന്ന ഒരു കവചമായിട്ടായിരിക്കണം ആണ് പെണ്ണിനും, പെണ്ണ് ആണിനും അനുഭവപ്പെടേണ്ടത് എന്ന് പ്രിയമുള്ളവരെ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. അതാണ് ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന എന്ന് പറയുന്ന ഖുർആൻ വാക്യത്തിന്റെ താല്പര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാവ് മകനെ കുത്തിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘർഷം പെരുവഴിയിലെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മക്കളുള്ള 18 വയസ്സുള്ള മകനുള്ള ഒരു പെണ്ണ് വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടിയിട്ട് ജീവിതം നയിക്കുകയും ആ ജീവിതം നയിക്കുന്ന വിഷയം മീഡിയകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, കുടുംബം എന്ന സ്ഥാപനം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ച ഒരു സ്ഥാപനം. പ്രിയമുള്ളവരെ, ഈ സ്വഭാവത്തിൽ അശാന്തിയുടെ, അസമാധാനത്തിന്റെ ഗേഹങ്ങളായി മാറേണ്ടുന്ന ഒന്നല്ല. സമാധാനത്തിന്റെ, എല്ലാവർക്കും സമാധാനം കിട്ടുന്ന ഇടമായിട്ട് മാറണം. ഉണ്ടാക്കേണ്ടവർ പുറമേയുള്ള ആരോ വന്നിട്ടല്ല, എന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് സമാധാനം ഉണ്ടാകുന്നില്ല എന്ന ആലോചന ഞാൻ നടത്തുകയും, എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക എന്ന ആലോചനയിലേക്ക് ഞാൻ വരികയും, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും, കുടുംബനാഥൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. മലയാള ഭാഷ പ്രയോഗം അനുസരിച്ച് പോലും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്ന ഒന്നിനെയാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം. ഉപ്പയും ഉമ്മയും മക്കളും മരുമക്കളും എല്ലാവരും കൂടി ആ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ഇമ്പം ഉണ്ടാവണം, കൂടുതൽ സമാധാനം ഉണ്ടാവണം. അതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഭാവത്തിൽ നല്ല സമാധാനമുള്ള, ശാന്തിയുള്ള, പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ മാറ്റി തരുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു അന്നി വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله والصلاة والسلام على رسول الله واتقوا الله عباد الله. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണാവാരിധിയായ റഹീമുർ റഹീമായ അല്ലാഹുവേ, നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുന്ന അല്ലാഹുവേ, നമ്മളെല്ലാവരുടെയും കുടുംബാംഗങ്ങളിൽ ഇണക്കവും ഐക്യവും ഒരുമയും യോജിപ്പും സ്നേഹവും ഉണ്ടാക്കി തരുന്ന അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, നീ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളെ മസ്കൻ, സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിത്തരണേ. അല്ലാഹുവേ, ഉള്ളിലുള്ള വെറുപ്പുകളെ പുറത്തു കൊടുക്കുവാനും മാപ്പ് കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും കുടുംബ ബന്ധം ദൃഢമാക്കി നിലനിർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന സ്വാധീനങ്ങളായ ആത്മീയങ്ങളുടെ കൂടെ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നിന്നോട് സ്നേഹമുള്ളവരും നിന്റെ കലാമിനോട് സ്നേഹമുള്ളവരും നിന്റെ ഹബീബായ റസൂലിനോട് സ്നേഹമുള്ളവരും നിന്റെ ദീനിനോട് സ്നേഹമുള്ളവരും നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നമ്മുടെ ഹൃദയങ്ങളെയും കാൽപാദങ്ങളെയും നിന്റെ ദീനിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളിലും റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, നമ്മിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി തരണേ.
അള്ളാഹുവേ നമുക്കിടയിലെ രോഗികൾ പൂർണ്ണ രോഗശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം രോഗികൾ അവരുടെ ബന്ധുക്കൾ അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ നമ്മുടെ ഉമ്മ പാപ്പമാരിൽ ജീവിച്ചിരിക്കുന്നവരോടും കരുണ കാണിക്കണേ. അള്ളാഹുവേ നമ്മുടെ മാതാപിതാക്കളിൽ മക്കളിൽ കുടുംബക്കളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നേരത്തെ നിങ്ങളിലേക്ക് മടങ്ങി വന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ. അവരുടെ കബറിടങ്ങളൊന്ന് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെയും നമ്മുടെയും വിചാരണയെ എളുപ്പമാക്കി തരണേ പടച്ചവനെ. അവരെയും നമ്മയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ ഹബീബായ പ്രവാചകനെ പരിശ്രമിച്ചു പോലെ ഖുലഫാഉർ റാഷിദുകളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇവരെല്ലാവരും പരിശ്രമിച്ച പോലെ നിന്റെ ദീനിന്റെ മാറ്റത്തിൽ പരിശ്രമങ്ങൾ അർപ്പിക്കുവാനുള്ള കരുത്തും കഴിവും ആരോഗ്യവും സന്മാനസും അനുഗ്രഹിക്കണേ പടച്ചവനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والحمد لله رب العالمين.